ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. എണ്ണമയമുള്ള മൂക്കിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവരും പല രീതിയിൽ അനുഭവിക്കുന്നുണ്ടല്ലേ. ഇത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഒരു തരത്തിലുള്ള പിടിയും ഉണ്ടായിരിക്കത്തില്ല. ഇത് മാറ്റാൻ പലപ്പോഴും പ്രകൃതിദത്തമായ രീതികൾ പരീക്ഷിക്കുന്നതാണ് നല്ലത്. ചിലരുടെ മൂക്ക് കണ്ടിട്ടില്ലേ, എപ്പോഴും എണ്ണമയം പിടിച്ചിരിക്കുന്നത് പോലെയാണ്. മുഖത്തിൻ്റെ ഭാഗങ്ങളെക്കാൾ കൂടുതലായിരിക്കും മൂക്കിലെ എണ്ണമയം. ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലർക്കും സൃഷ്ടിക്കുന്നത്. ഏത് സീസണിലും ഈ പ്രശ്നമുണ്ടാകും. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തൂവാലയോ ഉപയോഗിച്ച് ഇടയ്ക്ക് തുടയ്ക്കുന്നതായിരിക്കും പലതിനും ഒരു പരിഹാരം എന്ന് പറയാവുന്നത്. പലപ്പോഴും മൂക്ക് തിളങ്ങാൻ ഇട വരുത്തുന്നത് മൂക്കിന് ചുറ്റുമുള്ള എണ്ണമയമാണ്. നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ മൂക്കിലെ എണ്ണമയം മുഖക്കുരുവിനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ നമ്മളെ നയിക്കും. മുഖത്തെ എണ്ണമയം പോകുന്നതിന് മുഖം നന്നായി കഴുകുകയാണ് നല്ലൊരു പ്രതിവിധി. ചെറു നാരങ്ങാ നീരും മൂക്കിലെ എണ്ണമയം നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കും. പഞ്ഞി നമ്മുടെ ചെറു നാരങ്ങാ നീരിൽ മുക്കി ചർമ്മത്തിൽ പുരട്ടുക. അതുപോലെ തേൻ, ബദാം എന്നിവയും നമ്മുടെ മൂക്കിലെ എണ്ണമയം നീക്കാനുള്ള വഴിയാണ്. ബദാം പൊടിച്ച് തേനിൽ ചേർത്ത് മൂക്കിന് ചുറ്റും സ്ക്രബ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അല്പം കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. പിന്നെയുള്ളൊരു കാര്യമാണ് വിനീഗറും വെള്ളവും കൂട്ടിക്കലർത്തി പഞ്ഞിയിൽ മുക്കി മൂക്കിന് ചുറ്റും പുരട്ടുന്നത്. അല്പം കഴിഞ്ഞ് അത് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ പഞ്ചസാര, ഒലീവ് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം. ഇതും മൂക്കിന് ചുറ്റുമുള്ള എണ്ണമയം നീക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഈർപ്പമോ അല്ലെങ്കിൽ ചൂട് മാത്രമായിരിക്കില്ല ഇതിൻ്റെ കാരണം. നമ്മുടെ തെറ്റായിട്ടുള്ള ചർമ്മ സംരക്ഷണം, അമിതമായി ക്ലെൻസ് ചെയ്യുന്നത്, ഹോർമോണിലെ വ്യതിയാനം, സമ്മർദ്ദം, അതുപോലെ തന്നെ കാപ്പിയുടെയും മദ്യത്തിൻ്റെയും അമിത ഉപയോഗം, മോയ്സ്ചറൈസർ ഇടാതിരിക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ ഒരു കാരണങ്ങളാണ്. എണ്ണമയമുള്ള മൂക്കിൽ നിന്ന് മോചനം നേടാൻ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യമായി ഫേസ് വാഷ്, ശരിയായ രീതിയിൽ ശരിയായിട്ടുള്ള ഫേസ് വാഷ് തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ്. ഒരു വിധത്തിൽ മുഖം കഴുകുന്നത് ചർമ്മത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അമിതമായ എണ്ണമയം കളയാൻ ഏറ്റവും മികച്ചതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു മികച്ച ഉറവിടമായതിനാൽ ഗ്രീൻ ടീ അത് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. എണ്ണമയമുള്ള മൂക്കാണെങ്കിൽ പോലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണ്. ഇനി മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുന്നത് പലപ്പോഴും മുഖം വരണ്ടു പോകാൻ വരെ നമുക്ക് കാരണമാകാം. ഇത് കാരണം സെബാസിയസ് ഗ്രന്ഥി കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും. ജെല്ല് അടിസ്ഥാനമാക്കിയുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുക കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ജലാംശം നിലനിർത്തുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ജലാംശത്തിന് ഉന്മേഷദായകമായ നിരവധി പാനീയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യം കൂട്ടാൻ ഏറെ സഹായിക്കും. അടുത്തതാണ് ബ്ലോട്ടിംഗ് പേപ്പറുകൾ കയ്യിൽ സൂക്ഷിക്കുക. അതെന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ ബ്ലോട്ടിംഗ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ അധിക എണ്ണയെ ഇല്ലാതാക്കാൻ സഹായിക്കും. മുഖത്തെ എണ്ണമയം കുറയ്ക്കാൻ നിങ്ങളുടെ നെറ്റി, മൂക്ക്, താടി എന്നിവിടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും. അടുത്തതാണ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ഉപയോഗിക്കുക. അമിതമായി സെബം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചർമ്മത്തിൽ സുഷിരങ്ങൾ അടഞ്ഞു പോകും. ഇത് മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ് എന്നിവയ്ക്ക് കാരണമാകും. ചർമ്മത്തിലെ ഡെഡ് സ്കിൻ സെല്ലുകളെ ഇല്ലാതാക്കാൻ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. സൺസ്ക്രീൻ ഉപയോഗിക്കുക. അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ്. മൂക്കിലെ എണ്ണമയം കുറയ്ക്കുന്നതിന് സൺസ്ക്രീൻ പുരട്ടാൻ ശ്രമിക്കുക. പ്രകൃതിദത്തമായ രീതികളും നമുക്ക് പരീക്ഷിക്കാം. പിന്നെ മുഖത്ത് പ്രകൃതിദത്തമായ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന് പകരം എപ്പോഴും ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പിന്തുടർന്നു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വേറൊരു കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ മൂക്കിൽ തേൻ പുരട്ടുന്നത് മികച്ചതാണ്. കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂക്കിൽ തേൻ, അതുപോലെ തന്നെ ചന്ദനം ഇതൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണമയം മാറ്റിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ മൂക്കിൽ ഈ പറഞ്ഞ പോലെ എണ്ണമയം, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും അതിനുള്ള ഫലം ഉണ്ടാകും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.